എല്ലാവർക്കും നമസ്കാരം. കുഞ്ഞുമോൾസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പരിപ്പും മാങ്ങായും തക്കാളിയും ഇട്ടുള്ള മുരിങ്ങയ്ക്ക കറിയാണ് വെക്കാൻ പോകുന്നത്. മുരിങ്ങയ്ക്ക കൊണ്ടുള്ള കറികൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും ചോദിക്കും. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക എങ്ങനെയാണ് കറി വെക്കുന്നത്? തന്നെ താനെ കറി വെച്ചാൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെയുള്ളൊരു ചേരുവ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ മുരിങ്ങയ്ക്കയ്ക്ക് ഒരു രുചി വരുത്തുള്ളൂ. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് പരിപ്പിടാം. ഞാനിവിടെ 50 ഗ്രാം പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് കുതിരാനിട്ടിരുന്നു. കുതിർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വാട്ടിക്ക് 3/4 വാട്ടിയോളം കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് ശകലം ഉപ്പ്, പരിപ്പിന് വേണ്ടുന്ന ശകലം ഉപ്പും, തിളച്ച് തൂവാതെ സ്ലോ ഇരുന്ന് വേകട്ടെ. ഒരു ഞുള്ള് മഞ്ഞപ്പൊടി, പരിപ്പ് വെന്തു നല്ലപോലെ. ഇത് വേകുന്ന പരിപ്പായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓൺ സ്റ്റവിൽ വെച്ച് കാണിച്ചത്. അല്ലെ നമുക്ക് കുക്കറിൽ അടിച്ചെടുത്താലും മതിയായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരു പൂള് മാങ്ങ ഇട്ടാൽ മതി. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത മാങ്ങയാണ്ട് ഞാൻ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ആ മാങ്ങ മുഴുവൻ ഇടുക. ഒരു ടൊമാറ്റോ, 5 പച്ചമുളക് കീറിയത്, 5 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, ഒരു തണ്ട് കരിയാപ്പില. ഇവിടെ മെയിൻ സാധനം മുരിങ്ങയ്ക്കാണല്ലോ നമുക്ക് പ്രത്യേകമായിട്ട് വേണ്ടിയത്. മുരിങ്ങയ്ക്ക ഇടുന്നു. ഈ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പരയ്ക്കാൻ പോവാണ്. 1/4 മുറി തേങ്ങ, അതിനകത്തോട്ട് ഒരു ഞുള്ള് മഞ്ഞപ്പൊടി ഇച്ചിരി പരിപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒരു ഞുള്ള് അത്, ഒരു പച്ചമുളക്, ഇത് മസാല അരയ്ക്കുന്നതിനകത്ത്. ഈ വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് ജീരകം. ഇതെല്ലാം കൂടെ കിടന്ന് നല്ലതുപോലെ അരയണം. ഈ ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം കുറച്ച് ഒഴിച്ച് ശകലം വെള്ളം ഒഴിക്കുകയാണ്. കണ്ടല്ലോ, പരിപ്പും മാങ്ങായും ഇട്ട സാധനം എല്ലാം കൂടെ യോജിച്ച് നല്ലപോലെ വെന്തു. ഇനി ഇത് അരപ്പൊഴിക്കാൻ പോവാണ്. അരപ്പൊഴിക്കട്ടെ. ഒരു തിള വരുമ്പം വാങ്ങി വെച്ച് കടുക് വറക്കാം. ഇനി സ്റ്റൗ നിർത്താൻ പോവാണ്. നിർത്തിയിട്ട് ഇനി കടുക് വറുത്തിടാൻ പോവാണ്. വെളിച്ചെണ്ണയിൽ കടുക് വറക്കുന്നതാണ് നല്ലത്. 1.5 വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇടുവാണ്. ഉള്ളി ഇടുന്നു. 2 വറ്റൽമുളക് 2ആയിട്ട് പൊടന്ന്, ഒരു തണ്ട് കരിയാപ്പില, ഉള്ളി എല്ലാം മൂത്ത് ഇതിലോട്ട് ഉലുവാപ്പൊടി ഒരു ഞുള്ള് മുളക് പൊടി എല്ലാം നല്ലതായിട്ട് ചൂടായി. കടുക് വറുത്ത് ഇതിനകത്തോട്ട് ഇടും. നല്ല കുറുകിയ ചാറോട് കൂടിയ അതിനകത്തെ പരിപ്പും എല്ലാം നല്ലതുപോലെ വെന്ത രുചികരമായ നല്ലൊരു കറിയാണിത്. ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ചാറിന് ചാറും പിന്നെ കഷ്ണങ്ങൾക്ക് കഷ്ണവും എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഇത് മാത്രം മതി നമുക്ക് ചോറിനാൻ വേണ്ടി. ഇതെല്ലാവരും ഇങ്ങനെ കാണിച്ചല്ല കണ്ടില്ല ചെയ്ത് നോക്കണം. ബൈ.